ഇങ്ങനെ ഒരു ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സാധാരണ പ്ലംബിംഗ് ലൈൻ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ടെസ്റ്റ് ചെയ്യാറ്? പ്രഷർ ടെസ്റ്റ്. അതായത് നമ്മൾ ബാത്റൂമിന്റെ അകത്തുള്ള ലൈനുകൾ മാത്രമേ ചെക്ക് ചെയ്യുന്നു, ബാത്റൂമിനകത്തുള്ള വാട്ടർ ലൈനുകൾ മാത്രം. പക്ഷേ ഇതിന്റെ അടിയിൽ നമ്മൾ WCയുടെ അതേപോലെ തന്നെ വേസ്റ്റ് ലൈനൊക്കെ ഉണ്ട്. ആ ലൈൻ ആരും ചെക്ക് ചെയ്യാറില്ല. അത് എങ്ങനെ ചെക്ക് ചെയ്യണം? എന്നാൽ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഇതിലൂടെ വരുന്ന ലീക്കേജ് നമ്മൾ അറിയുന്നില്ല. വളരെ ചെറിയ മൈന്യൂട്ടായിട്ട് ലീക്കേജ് ആയിരിക്കും. ഇത് ചെറുതായിട്ട് വന്നു തുടങ്ങി വീടിന്റെ പല ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അറിയുള്ളൂ യഥാർത്ഥത്തിൽ ഇങ്ങനെ ലീക്കേജ് ബാത്റൂമിനകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റിന് പല പേരുകളും വിളിക്കുന്നുണ്ട്. ഗ്രാവിറ്റി ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. അതായത് എൻഡ് പ്ലഗുകൾ ഉണ്ട്. 4 ഇഞ്ച് 2.5 ഇഞ്ച് നമ്മൾ ഏത് പൈപ്പ് സൈസിനനുസരിച്ചുള്ള എൻഡ് പ്ലഗുകൾ ഉണ്ട്. ആ പ്ലഗുകൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അതിന്റെ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. ആ പ്ലഗുകൾ വെച്ചിട്ട് നമ്മൾ ഔട്ട് പോയിന്റുകളില്ലേ, അതായത് WCയുടെ പൈപ്പിന്റെയും അതേപോലെ തന്നെ വേസ്റ്റിന്റെയും പൈപ്പിന്റെ ഔട്ട് പോയിന്റുകൾ ആ പ്ലഗ് വെച്ച് അടച്ചു വെക്കുക. എന്നിട്ട് അതിൽ വെള്ളം നിറക്കുക. വെള്ളം എത്രത്തോളം നിറക്കണം എന്ന് വെച്ചാൽ 3 മീറ്റർ വരെ, അതായത് 10 അടി ഹൈറ്റിൽ വെള്ളം നിറക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ട് മിനിമം 1/2 മണിക്കൂറാണ് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ദിവസം നിങ്ങൾ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് എത്ര ഡ്രോപ്പ് വരുന്നുള്ളത്. ചെറിയ ഡ്രോപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എയറിൽ വരുന്ന മാറ്റങ്ങളാണ്. വലിയ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 3 മീറ്റർ ഹൈറ്റിൽ നിങ്ങൾ വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പൊട്ടാനുള്ള സാധ്യത, പൈപ്പുകൾ ഊരിപ്പോരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ പ്ലംബിംഗിൽ നിർബന്ധമായിട്ട് ഈ ടെസ്റ്റ് കൂടി ഉൾപ്പെടുത്താം. താങ്ക് യു.